ശ്രീ ടി വി ഇബ്രാഹിം. സർ, മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് സർ. വളരെ ആശ്വാസകരമായ മറുപടിയാണ് മന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അഭിനന്ദിക്കേണ്ടി വരുന്നത് ഈ സീറ്റുകൾ കൂടി ബാച്ചുകൾ കൂടി അനുവദിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ നടപടി ഗവൺമെൻറ് എടുക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമെന്ന് പറയുന്നത്. ഈ സീറ്റുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 1:40, 1:65 എന്ന് പറയുന്നത് KR പ്രകാരം സ്കൂളിലാണ് 1:40 എന്ന് പറയുന്നത്. അതേസമയം ഹയർ സെക്കൻഡറിയുടെ സ്പെഷ്യൽ റൂൾ പ്രകാരം ഒരു ബാച്ചിന് 50 കുട്ടികൾ എന്നുള്ളതാണ്. 2015 ഒരു കോടതി ഓർഡർ തന്നെ 50 കുട്ടികളധികം ഒരു ക്ലാസ് റൂമിൽ ഇരുത്താൻ പാടില്ലെന്നും അത് കുത്തിനിറച്ച ഒറ്റ കാര്യം പറയട്ടെ സാർ, ഈ കുത്തിനിറച്ച ക്ലാസ് റൂമുകൾ കൊണ്ടാണ് ഈ റിസൾട്ടും ക്വാളിറ്റിയും കുറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം മലപ്പുറം ജില്ലയിൽ ഓരോ വർഷവും ഇതിൻ്റെ വിജയശതമാനം ഹയർ സെക്കൻഡറിക്ക് കുറഞ്ഞുകൊണ്ടുവരികയാണ്. ഇതിനാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലും മലബാറിലൊക്കെ ഇത് വളരെ ആശ്വാസകരമാകും. പക്ഷേ അതിന് കൂടെ ഈ കാർത്തികേയൻ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ ജില്ല മാനദണ്ഡമാക്കി പറയുന്നതല്ല, മറിച്ച് ഇത് താലൂക്ക് അടിസ്ഥാനത്തിലാക്കുന്നതല്ലേ കൂടുതൽ അനുയോജ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് പറഞ്ഞത്. കാർത്തികേയൻ കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ ജില്ല എന്നത് താലൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു താലൂക്കും വിദ്യാഭ്യാസ ജില്ലയും ഏകദേശം ഒരുപോലെ ഒരേ ഭൂവിസ്തൃതിയും ചുറ്റുപാടൊക്കെയാണ് വരിക. വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഏതായിരുന്നാലും അത് പരിശോധിക്കാം. ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ഏതാണോ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഇവിടെ പറഞ്ഞത് ഈ 65-ൻ്റെയും 50-യുടെയും കാര്യമാണ്. അത് നമ്മളും സമ്മതിക്കുന്ന സംഗതിയാണ്. 65-ലാകുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാര തകർച്ച വരുന്നു. ഒരു അധ്യാപകന് കുട്ടികളെ നോക്കുന്നതിനുള്ള എണ്ണത്തിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത് 50 എന്നത് തന്നെ മാനദണ്ഡമാക്കി ഒരു യൂണിറ്റായി പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.